നമസ്കാരം. അന്തരിച്ച പ്രമുഖ CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ സ്മരണ നിലനിർത്താനായി പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിന്റെ പേരിൽ നടത്തിയ കൂറ്റൻ ധനസമാഹരണത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയും ക്രമക്കേടും നടന്നതായി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സമാഹരിച്ച തുകയിൽ ഏകദേശം 1 കോടിയോളം രൂപയ്ക്ക് കൃത്യമായ യാതൊരു കണക്കുമില്ലെന്ന അത്യന്തം ഗുരുതരമായ പരാതി കഴിഞ്ഞ 2 വർഷമായി പാർട്ടി ഉന്നത നേതൃത്വത്തിന് മുന്നിലുണ്ട്. എന്നാൽ സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിക്കുള്ളിൽ ഈ വിഷയം വീണ്ടും കടുത്ത ചർച്ചകൾക്ക് വഴി തുറക്കുകയായിരുന്നു. ഇതോടെ ആഭ്യന്തരമായ പ്രതിഷേധം ഭയന്ന് ഗത്യന്തരമില്ലാതെയാണ് കണ്ണൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ഇ രമേശിനെ പദവിയിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാനും വിഷയത്തിൽ സമഗ്രമായ അന്വേഷണത്തിനായി ഒരു കമ്മീഷനെ നിയോഗിക്കാനും പാർട്ടി നേതൃത്വം നിർബന്ധിതരായത്. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കണക്കുകളും നീണ്ട 8 വർഷങ്ങൾ പിന്നിട്ടിട്ടും പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാൻ കഴിയാതെ ഉഴലുന്ന CPM സംസ്ഥാന നേതൃത്വത്തിന് കണ്ണൂരിലുണ്ടായ ഈ പുതിയ സാമ്പത്തിക തട്ടിപ്പ് വൻ തിരിച്ചടിയും തലവേദനയുമായി മാറിക്കഴിഞ്ഞു. പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ ലഭിച്ചിട്ടുള്ള പരാതികളിൽ ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണുള്ളത്. കണ്ണൂർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഇ രമേശൻ ലോക്കൽ കമ്മിറ്റി മന്ദിരം നിർമ്മിക്കുന്നതിനായി 30 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വീടും അതോട് ചേർന്ന് 4 സെന്റ് ഭൂമിയും 70 ലക്ഷം രൂപയ്ക്ക് വാങ്ങുകയുണ്ടായി. എന്നാൽ പാർട്ടി തീരുമാനപ്രകാരം ഈ വസ്തു CPM ലോക്കൽ സെക്രട്ടറിയുടെ ഔദ്യോഗിക പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം അദ്ദേഹം സ്വന്തം വ്യക്തിഗത പേരിൽ രജിസ്ട്രേഷൻ നടത്തുകയാണ് ചെയ്തത്. ഇതിനുശേഷം സ്വന്തം സഹോദരി തന്നെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു പ്രാദേശിക സഹകരണ ബാങ്കിൽ ഈ വസ്തു ഈടായി നൽകി സർക്കാരിനെയും പാർട്ടിയെയും വഞ്ചിച്ച 30 ലക്ഷം രൂപ വായ്പയും എടുത്തു. പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തുക വായ്പയെടുത്തതെന്നാണ് ഇയാൾ പാർട്ടി കമ്മിറ്റികളിൽ വിശദീകരണം നൽകിയത്. എന്നാൽ ബാങ്ക് വായ്പ കൊണ്ട് മാത്രം നിൽക്കാതെ പാർട്ടി അംഗങ്ങളിൽ നിന്നും അനുഭാവികളിൽ നിന്നും പ്രാദേശിക സഹകരണ സംഘം ജീവനക്കാരിൽ നിന്നും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് 20 ലക്ഷത്തോളം രൂപ ഇയാൾ വ്യക്തിപരമായി കടം വാങ്ങുകയും ചെയ്തു. പിന്നീട് ധനസമാഹരണം ഊർജിതമാക്കാൻ എന്ന വ്യാജേന കാഴ്ച എന്ന പേരിൽ ഒരു വലിയ വ്യാപാര പ്രദർശനമേള സംഘടിപ്പിച്ചു. ഇതിനു പുറമെ 500 രൂപ വിലയുള്ള കൂപ്പണുകൾ അച്ചടിച്ച് ലോട്ടറി മാതൃകയിൽ 1ാം സമ്മാനമായി ആഡംബര കാർ വാഗ്ദാനം നൽകി പ്രദേശത്തുടനീളം വൻതോതിൽ പണപ്പിരിവ് നടത്തുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ പല വഴികളിലൂടെ സമാഹരിച്ച ഭീമമായ തുകയുടെ യാതൊരുവിധ കണക്കുകളും ഒരു ഘട്ടത്തിലും പാർട്ടി കമ്മിറ്റികളിലോ കീഴ്ഘടകങ്ങളിലോ അവതരിപ്പിച്ചിരുന്നില്ല. തുക പിരിച്ചെടുത്തുവെങ്കിലും കോടിയേരിയുടെ പേരുള്ള സ്മാരക മന്ദിരം മാത്രം ഇതുവരെയും യാഥാർത്ഥ്യമായതുമില്ല. ആരോപണ വിധേയനായ ലോക്കൽ സെക്രട്ടറിയുടെ അടുത്ത ബന്ധുവായ, അതായത് സ്വന്തം അളിയനായ ഏരിയ സെക്രട്ടറി ഈ അഴിമതികൾക്കും അനധികൃത ഫണ്ട് തട്ടിപ്പുകൾക്കും പൂർണ്ണ പിന്തുണ നൽകി കൂട്ടുനിന്നുവെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയർന്ന പ്രധാന പരാതി. 2 വർഷത്തോളമായി ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ പരാതികൾ പാർട്ടി നേതൃത്വത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിലും ഉന്നത സ്വാധീനത്താൽ ഇത് പാടെ അവഗണിക്കുകയായിരുന്നു. എന്നാൽ പാർട്ടി നേരിട്ട അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വിളിച്ചു ചേർത്ത ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ അമർഷം പുകയുകയും പ്രവർത്തകർ വിഷയം അതിരൂക്ഷമായി ചർച്ചയാക്കുകയും ചെയ്തതോടെയാണ് നേതൃത്വത്തിന് നടപടിയെടുക്കേണ്ടി വന്നത്.